ഇതൊരു കാനന ക്ഷേത്രമാണ്. കാനനവാസനല്ല എങ്കിൽ അയ്യപ്പനെ കാണാൻ ഇത്ര കഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല. മനസ്സിലായി? കാനനം വേണം. കാനനത്തിലിരിക്കുന്നതാണ് ഈ ഷ്രൈൻ്റെ ശക്തി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കാനനത്തെ നശിപ്പിക്കുന്ന ഒന്നിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇവിടെ ചിലരൊക്കെ പറയും വനഭൂമി കുറേ നമുക്ക് തന്നുകൂടെ. ദീസ് ആർ ഓൾ വെരി ഷോർട്ട് സൈറ്റഡ് റെസ്പോൺസസ്. അവിടെ ഇപ്പോൾ 67 ഏക്കർ പറ്റേ ഉള്ളൂ. അത് 670 ഏക്കറാക്കി ഗംഭീരമായിക്കൂടെ എന്ന് ചോദിച്ചാൽ യു ആർ ട്രൈങ് ടു ഫിനിഷ് ഓഫ് ദറ്റ് ഫോറസ്റ്റ് ഇഫക്റ്റ് ഓഫ് ദറ്റ്. അത് മുഴുവൻ പോകുന്നില്ല എൻ്റെ അർത്ഥം. എന്നാൽ പിന്നെ അയ്യപ്പൻ്റെ ആ ഒരു ക്യാരക്ടർ ഓഫ് ദറ്റ് ഷ്രൈൻ പോയില്ലേ. ആ ക്യാരക്ടർ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലെന്ന് മാത്രമല്ല നമ്മളെ നശിപ്പിച്ച മരങ്ങളും കൂടെ വയ്ക്കണം അവിടെ. അതുകൊണ്ട് തന്നെ ഈ ശബരിമലയും ബാക്കി ക്ഷേത്രങ്ങളും നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അതാണ് തിരുപ്പതിയായിട്ടുള്ള കമ്പാരിസൺ ഈസ് ഓൺലി പാർഷ്യൽ. ഈ ശബരിമല നടത്തിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മേജർ ഇഷ്യൂ. അത് മാസ്റ്റർ പ്ലാൻ ഉപയോഗിച്ച് നമ്മളതിൻ്റെ ഡിഫക്ട്സുകൾ മാറ്റി അതിനാണ് നിലയ്ക്കൽ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഞാൻ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനായിട്ടിരുന്ന കാലത്ത് ആണ് ആദ്യമായിട്ട് നിലയ്ക്കൽ ഒരു ബേസ് ക്യാമ്പായിട്ട്. അവിടെ നിലയ്ക്കൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് നമ്മൾ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നിന്ന് കുറച്ച് എസ്റ്റേറ്റ് കൂടെ വാങ്ങി അവിടെയാണിപ്പോൾ വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കിയത്. പണ്ടിതെല്ലാം പമ്പയിലാണ് കൊണ്ട് പാർക്ക് ചെയ്യുക. സോ വി ഹാവ് എ വെരി ഹ്യൂജ് പാർക്കിംഗ് കോംപ്ലക്സ് ഉണ്ട് ഇപ്പോൾ നിലയ്ക്കലിൽ. അവിടെ അത്യാവശ്യം ആളുകൾക്ക് താമസിക്കാനുള്ള പിൽഗ്രിം കോംപ്ലക്സുകളുമുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് ദേ ആർ അഡ്രസ്സിങ് ദാറ്റ്. ഇനി അവിടെ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഒരു പ്രശ്നം വരും. ഇതൊക്കെയാണ് നിലയ്ക്കലിൽ നമ്മൾ ചെയ്തത്. പെട്രോൾ പമ്പ് പോലെ നമ്മുടെ കാലത്താണ് നിലയ്ക്കൽ പെട്രോൾ പമ്പ് വരുന്നത്. സോ നിലയ്ക്കൽ അങ്ങനെ ബേസ് ക്യാമ്പായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജി. ഡു നോട്ട് ഗിവ് സ്ട്രെസ് ടു ശബരിമല ആസ് സച്ച്. ഈ ബേസ് ക്യാമ്പ് സ്ട്രെസ് എടുക്കണം. എന്നിട്ട് അവരെ ഇവിടെ കണ്ടെയ്ൻ ചെയ്തിട്ട് നമ്മൾ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി അനുസരിച്ച് ആളുകളെ വിടണം. ഇതൊക്കെയാണ് ഐഡിയൽ സിറ്റുവേഷൻ. എപ്പോഴും അങ്ങനെ ഐഡിയലായിട്ട് നടക്കാറില്ല. പക്ഷേ ഡെവലപ്മെൻറ്റ് നിലയ്ക്കൽ ഒരു വലിയ അസറ്റാണ്, ഒരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. വേറെ ഈ ഹൈ പവർ കമ്മിറ്റി കൊണ്ട് എന്ത് സാധിച്ചു, മാസ്റ്റർ പ്ലാനിൽ എന്ത് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഒരു മേജർ അച്ചീവ്മെൻറ്റ് വിച്ച് ഈസ് ലെസ് പബ്ലിസൈസ്ഡ് ബട്ട് മച്ച് ടു ബി പബ്ലിസൈസ്ഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ, പണ്ട് നമുക്കറിയാം ശബരിമലയിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഇറ്റ് ഹാഡ് എ ബാഡ് സ്റ്റെഞ്ച്. യൂറിൻ്റെയും ഒക്കെ ഒരു സ്റ്റെഞ്ചുണ്ട്. ഇപ്പോൾ അതില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നേരത്തെ ഈ ഓൾ ഹ്യൂമൻ വേസ്റ്റ് യൂസ് ടു ബി കണ്ടെയ്ൻഡ് ഇൻ ദി സെപ്റ്റിക് ടാങ്ക്സ്. ഹ്യൂജ് സെപ്റ്റിക് ടാങ്ക്സിലാണ് അതവിടെ കിടന്ന് മണ്ണോട് മണ്ണായി പോകും എന്നാണ് ധാരണ. ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിറഞ്ഞതൊക്കെ പതുക്കെ പതുക്കെ മണ്ണോട് മണ്ണാകും. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഓൾ ദി സെപ്റ്റിക് ടാങ്ക്സ് ഡെവലപ്പ് സീപ്പേജസ്. എന്നിട്ട് അതിൽ കൂടെ പുറത്ത് വരുന്നതാണ് അവിടെ എല്ലാം ഈ ദുർഗന്ധമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ വേറെ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ എങ്കിലും ഈ സീപ്പേജ് മുഴുവൻ ഇറങ്ങി ഞുണങ്ങാറിൽ പോയി ഈ ഹ്യൂമൻ വേസ്റ്റിലെ മാലിന്യം മുഴുവൻ ഞുണങ്ങാറിലൂടെ പമ്പയിലെത്തും. പമ്പയിൽ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഈ ഹ്യൂമൻ വേസ്റ്റ് ഈസ് എൻഡമിക് ഇൻ ഇറ്റ് ബിക്കോസ് ഓഫ് ദിസ് സീപ്പേജ് ഇൻ ദി സെപ്റ്റിക് ടാങ്ക്സ്. നമ്മൾ ഇതിനൊരു വലിയ അതാണ് ഞങ്ങളുടെ ഒരു വലിയ നേട്ടവും എന്നാൽ വലിയ ശ്രദ്ധ കിട്ടാതെ പോയതുമായ സംഗതിയാണ്. വാട്ട് വി ഡിഡ് വാസ് വി കൺസ്ട്രക്റ്റഡ് ഒരു മോഡേൺ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ഈ മുട്ടത്തറ ഉള്ളതുപോലെ. അത് കപ്പാസിറ്റി എത്രയെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ ആവശ്യത്തിലേറെ കപ്പാസിറ്റിയുള്ള ഒരു സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമ്മളവിടെ ഉണ്ടാക്കി. അമ്പലത്തിൻ്റെ ബാക്കിൽ, പോലീസ് ബാരക്കിൻ്റെ ബാക്കിൽ, ഞുണങ്ങാറ് തുടങ്ങുന്നിടത്ത്. അപ്പോൾ ഈ STP ഉണ്ടാക്കിയപ്പോൾ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. യുനോ ഹൗ ദി സ്വീവേജ്, ഞാൻ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ പഠിച്ചെടുക്കുന്നതാണ് അതൊക്കെ. ഹൗ ഡസ് എ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വർക്ക്സ്? ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഓൺ കെമിക്കൽസ്. കെമിക്കൽസ് കൊണ്ടല്ല നമ്മളിത് ന്യൂട്രലൈസ് ചെയ്യുന്നത്. പിന്നെ ബാക്ടീരിയയാണ്. ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ ബാക്ടീരിയ ദാറ്റ് ഇതിനെ ഡീകമ്പോസ് ചെയ്ത് ഇതിൻ്റെ ഫൗൾ സ്മെല്ലൊക്കെ മാറ്റി ഇതിനെ ഇല്ലാതാക്കുന്നത് മുഴുവൻ ഈ ബാക്ടീരിയയാണ്. ഓൾ ഹ്യൂമൻ വേസ്റ്റ്. മുട്ടത്തറ അത് തന്നെയാണ്. പക്ഷേ ഈ ബാക്ടീരിയയ്ക്ക് ബ്രീഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അത് 24/7 365 ഡേയ്സ് ബ്രീഡ് ചെയ്തെങ്കിൽ ഈ ബാക്ടീരിയ നിലനിൽക്കും. എങ്കിൽ മാത്രമേ ഈ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇഫക്റ്റീവ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഇറ്റ് ബിക്കം ഫോൾ സ്മെല്ല് വരും. അപ്പോൾ ശബരിമലയിൽ എന്ത് ചെയ്യും? മാസത്തിൽ 5 ദിവസമേ നമുക്ക് ഇത് പ്രവർത്തിക്കുന്നുള്ളൂ. പിന്നെ ഒന്നും വരുന്നില്ല അതിനകത്ത്. പിന്നെ 2 മാസം വരും, അപ്പോൾ ഫുള്ളാവും. അപ്പോൾ ഹൗ ഡു യു കീപ് ദിസ് ബാക്ടീരിയ ലൈവ്? വി ഹാഡ് ടു കൺസ്ട്രക്റ്റ് IIT ചെന്നൈയും IIT മദ്രാസും ഇവിടുത്തെ നമ്മുടെ നിഷ്ട് എന്ന് പറയുന്ന പഴയ പിന്നെ റീജിയണൽ ലബോറട്ടറി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, CSIRൻ്റെ ഇപ്പോഴത്തെ NIST RRL, പഴയ RRL, ഇവരെ കൂടെ ചേർത്തിരുത്തി
we developed a new technology by which the bacteria will stay alive under a blanket. അങ്ങനെ ബ്ലാങ്കറ്റ് ഇതെല്ലാം ഇതാണ്, ഒരു ബ്ലാങ്കറ്റ് ഫോം ചെയ്ത് അതിൻ്റെ കീഴിൽ ബാക്ടീരിയ ലൈവായിട്ട് നിൽക്കുന്നൊരു ടെക്നോളജി ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടാണ് നമ്മളത് ഈ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ചെയ്തത്. ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഈ ലൈം വാങ്ങിക്കുന്നതിൽ മറ്റത് ഒക്കെ ഉണ്ടല്ലോ. സോ ദേശിട്ട് ഒന്നും ഇവിടെ നടക്കില്ല. കോർട്ട് ജഡ്ജ് നേരിട്ട് വരേണ്ടി വന്നു ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ്. ഊമക്കത്തുകൾ ഇത് ശരിയല്ല, മറ്റതല്ല. 23 കോടി രൂപ മുടക്കിയാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇറ്റ് ഈസ് റണ്ണിങ് വെരി വെൽ. അത് ഓൾമോസ്റ്റ് ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെയാണ് അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഞുണങ്ങാറിൽ വരുന്ന വെള്ളത്തിൽ നിങ്ങൾ കോളിഫോം ബാക്ടീരിയ എടുത്ത് നോക്കിയാൽ ഇറ്റ് ബി നെഗ്ലിജിബിൾ. പണ്ട് കോളിഫോമിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ടായിരുന്നു അത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എനിക്ക് വലിയ അഭിമാനമുള്ളൊരു കാര്യമാണ്. പിന്നെ സ്യൂവേജിൻ്റെ കാര്യം അങ്ങനെ കൊട്ടിഘോഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദിസ് പെർട്ടിക്കുലർ ആക്ട് ഓഫ് കൺസ്ട്രക്റ്റിംഗ് എ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് by discovering a new technology or developing a new technology has done wonders to Shabarimala. അവിടുത്തെ ഫൗൾ സ്മെല്ല് മുഴുവൻ പോയിരിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് എ മോഡേൺ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് STP ആണ്. ആൻഡ് ഇറ്റ് ഈസ് റണ്ണിങ് വെരി വെൽ. ഇനി കപ്പാസിറ്റി ഉണ്ട് താനും വരാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ കോംപ്ലക്സ് നമ്മൾ ചെയ്തതാണ്. ഓപ്പൺ സ്പേസ് ഉണ്ടാക്കി. പിന്നെ നമ്മൾ കയറിപ്പോകുന്ന വഴിയിലൊക്കെ ആളുകൾക്ക് ഇരിക്കാനുള്ള പിന്നെ ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നേരത്തെ ഉണ്ടായിരുന്നില്ല. ആളുകൾ വെളിയിൽ മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്തൊക്കെ 13 ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കി നമ്മൾ. അങ്ങനെ കൊച്ചും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഞാൻ പോയതിന് ശേഷം ഞാനിപ്പോൾ മെമ്പറാണെങ്കിൽ ഞാനിപ്പോൾ പോകാറില്ല. പക്ഷേ മാസ്റ്റർ പ്ലാൻ ഹാസ് എ ബിഗ് റോൾ ഇൻ കൺവേർട്ടിങ് ശബരിമല ഇൻ എ പ്രൊഫഷണലി മാനേജ്ഡ്, ഇക്കോളജിക്കലി സസ്റ്റൈനബിൾ ആൻഡ് പിൽഗ്രിം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷ്രൈനാക്കി മാറ്റണമെങ്കിൽ ഈ മാസ്റ്റർ പ്ലാൻ ഹാസ് ടു ബി ടേക്കൺ അപ്പ് വെരി സീരിയസ്ലി. And Devasum board has to be incorporated in the execution of the plan. They should be made a party to it. അവർ സ്റ്റേക്ക് ആവണം അതിനകത്ത്. അങ്ങനെയാണ് അത് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ചില വേറൊരു സജഷൻ ഉള്ളത് ഈ റൗണ്ട് ദ ഇയർ ശബരിമല, അങ്ങനെ ഒരു സജഷൻ കൂടി. അത് പ്രാക്ടിക്കൽ ആണോ? അത് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാത്തതാണ് ബുദ്ധി. വൈ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ ദർ ആർ സർട്ടൻ റീസൺ. നമ്മുടെ കാര്യമല്ലത്. നമുക്ക് അതിനകത്ത് ഒരുപാട് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല പലതും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഷ്രൈനിന് ചുറ്റുമുള്ള തിരക്ക് കുറയ്ക്കാൻ എന്ത് ചെയ്യാം? ഇപ്പോൾ എനിക്ക് വേണം ഒരു മേൽപ്പാലമൊക്കെ എടുത്ത് കളയാൻ പോകുന്നു. ഇത് സെർവൽ എക്സ്പെരിമെന്റ്സ്. അത്ര എളുപ്പമല്ല ഇതൊന്നും. മാസ്റ്റർ പ്ലാൻ ഉണ്ടായിട്ട് ഈ അടുത്ത് ഒരു ഭസ്മക്കുളം വേറൊരിടത്ത് പണിയാൻ പോകുന്നു. അത് മാസ്റ്റർ പ്ലാനിൻ്റെ കാര്യത്തെക്കാൾ കൂടുതൽ ആചാരത്തിൻ്റെ പ്രശ്നമാണ്. കാരണം കുളം എപ്പോഴും വടക്ക് കിഴക്ക് ദിക്കിലാണ് തീർത്ഥക്കുളമുണ്ട്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പത്മതീർത്ഥം നോക്കിയാൽ എവിടെയാണ്? വടക്ക് കിഴക്കാണ്. എന്നാൽ ശബരിമലയിൽ വടക്ക് പടിഞ്ഞാറാണ് കിടക്കുന്നത്. അത് അവർ വാസ്തുപരമായിട്ട് വളരെ മോശമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പുറത്തൊരു കുളം ഉണ്ടാക്കണമെന്ന് പണ്ട് തൊട്ടേ തന്ത്രിമാരൊക്കെ പറയുന്നുണ്ട്. അത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ടല്ല, പക്ഷേ ചെയ്യുമ്പോൾ അത് സസ്റ്റൈനബിളായിട്ട് ചെയ്യണം. പണ്ട് മുതലേ ഉള്ളതായിരിക്കില്ലേ? അത് ഇതിനു വേണ്ടിയുള്ളതല്ല. അത് വേറൊരു പർപ്പസിലുള്ള കുളമാണ്. ഇവിടുത്തെ കുളം നികന്നു പോയപ്പോൾ അത് പിന്നെ തീർത്ഥമായി ഡീം ചെയ്തതാണെന്നൊക്കെ പറയുന്നത്. ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. പക്ഷേ കുളത്തിൻ്റെ ലൊക്കേഷൻ വാസ്തുപരമായി തെറ്റാണ്. ഈ 67 ഏക്കറിനകത്ത് നമുക്ക് ചില സ്വാതന്ത്ര്യമുണ്ട്. യു കനോട്ട് എൻക്രോച്ച് അപ്പോൺ ഇറ്റ്. ഇവിടെ മരം മുറിക്കാൻ പാടില്ല. ഈ 67 ഏക്കർ നമുക്ക് തന്നിരിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ സ്കർമിഷസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് കയറും. അത് ഫോറസ്റ്റുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ആർ ബൗണ്ട് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. എനിക്ക് ഫോറസ്റ്റുകാരെ പറ്റി ഒരു പരാതിയില്ല. കാരണം അവർ വാച്ച് ഡോഗിനെ പോലെ നിന്നില്ല എങ്കിൽ നമ്മൾ ഈ തീർത്ഥാടകരുടെ സൗകര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വീൽ എൻക്രോച്ച് അപ്പോൺ ഇറ്റ്. ഐ ഹാഡ് ഓൾവേസ് ബീൻ ഓൺ ദ സൈഡ് ഓഫ് ദി ഫോറസ്റ്റ്. നമ്മളൊരു മരപ്രേമിയാണ്. ഡിസ്ലൊക്കെ അവിടെ നിന്ന് മാറ്റണമെന്നുണ്ട്. ഉണ്ട്, മാറ്റാൻ പറ്റിയിട്ടില്ല ഇതുവരെ. മാറ്റണം. അവിടെ നിന്ന് മാറ്റണം. കാരണം അവിടെ ഒരു റെസിഡൻഷ്യൽ സ്ഥലം വരേണ്ട കാര്യമല്ല. അവിടെ ഷ്രൈനാണ്. അവിടെ താഴെ എക്സിക്യൂട്ടീവ് ഓഫീസർ താമസിക്കുന്നില്ലേ? അതൊക്കെ തെറ്റാണ്. പണ്ടത്തെ ഒരു പടം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാനത് അവിടെ കാണിച്ചു. പണ്ട് മാർത്താണ്ഡവർമ്മ നമ്മുടെ ഇളയരാജാവ് എടുത്തൊരു ഫോട്ടോയാണ്. ഹ്യൂജ് ഫോറസ്റ്റ്, നടുക്കി ഷ്രൈൻ മാത്രം. അങ്ങനെയുള്ളിടത്തു നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്. അത്തരത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഷ്രൈൻ നിൽക്കുന്നതിൻ്റെ ചുറ്റുമുള്ള റെസിഡൻഷ്യൽ സംഗതികൾ മുഴുവൻ മാറ്റണം. ആ ഓഫീസുണ്ട്, താഴെ എക്സിക്യൂട്ടീവ് ഓഫീസർ താമസിക്കുന്നുണ്ട്, അവിടെ ടോയ്ലറ്റ്സ് ഉണ്ട്, ഈ മേൽശാന്തി
പിന്നെ തന്ത്രി അവിടെ താമസിക്കുന്നുണ്ട്, അവിടെ ടോയ്ലറ്റ്സ് ഉണ്ട്. അത് പാടുണ്ടോ? മാറ്റേണ്ടത് തന്നെയാണ്. പിന്നെ കാലാകാലങ്ങളിലായിട്ട് തുടരുന്നു. അവിടെ അത് മാറ്റണമെന്ന് മാസ്റ്റർ പ്ലാനിൽ പറയുന്നുണ്ട്. ഈ മേൽശാന്തിയും തന്ത്രിയും വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നത്? മേൽശാന്തി മാത്രമേ ഉള്ളൂ 1 വർഷം മുഴുവൻ താമസിക്കണം, പുറപ്പെടാ ശാന്തിയാവുന്നത്. തന്ത്രിക്ക് വന്നു പോയാൽ മതി. പക്ഷേ എന്നാലും വരുന്ന ദിവസങ്ങളിൽ അവിടെ ഇല്ലേ, 40 ദിവസം അവിടെ ഇല്ലേ? അല്ല, പണ്ടും അത് അങ്ങനെ തന്നെയായിരുന്നു. അവിടെ തന്നെയാണ് താമസ സ്ഥലം. മുന്നേയും അങ്ങനെ തന്നെയാണ്. അല്ല, ഈ പുറപ്പെടാ ശാന്തി ആയത് ഒരു 10-30 വർഷമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. 1 വർഷം പുറപ്പെടാൻ പാടില്ല എന്നുള്ളത് ബോർഡ് എടുത്ത തീരുമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്ത്രിക്ക് വന്നു പോകാം, മേൽശാന്തി 1 വർഷം മുഴുവൻ അവിടെ ഇരിക്കണം എന്നാണ്. സാർ, ഇതിന്റെ ഒരു ഈസ്തെറ്റിക്സ് എന്താണ്? ഇപ്പൊ ഈ ബോർഡിന്റെ സാറ് മാസ്റ്റർ പ്ലാന്റെ കാര്യം പറഞ്ഞു, ഇതിൽ ഈസ്തെറ്റിക്സ് നോക്കുന്നുണ്ടോ? എസ്തെറ്റിക്സ് നോക്കണം. നമ്മൾ കിട്ടുന്ന എല്ലാം അത് പറയുന്നുണ്ട്. മാസ്റ്റർ അത് അവിടെയാണ് ഹൈ പവർ കമ്മിറ്റിയുടെ ജോലി. വി ഷുഡ് ഹാവ് ഒരു ആർക്കിടെക്ചറൽ കൺസിസ്റ്റൻസി വേണം. ഇപ്പോൾ അങ്ങനെയുള്ള കെട്ടിടങ്ങൾ അധികം വന്നില്ല. ഈ ദർശനം കോംപ്ലക്സ് മാത്രമേ ഒരു കെട്ടിടമായിട്ട് വന്നുള്ളൂ. ആർക്കിടെക്ചറൽ കൺസിസ്റ്റൻസി വേണം അവിടെ നടക്കുന്ന ഏതൊരു കെട്ടിടത്തിനും. പിന്നെ ഇത്ര ഹൈറ്റ് കൂടുതൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കുന്നുണ്ട്. മിക്ക ക്ഷേത്രങ്ങളിലും ഈ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മേളിൽ വലിയ കൂര കെട്ടുന്നു, ഇതൊക്കെ നമുക്കിപ്പോൾ നിയന്ത്രിക്കാൻ പറ്റില്ല. അതൊക്കെ അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ പ്ലാൻ ഇമ്പോസസ് സർട്ടൻ റെസ്ട്രിക്ഷൻസ്. സോണിംഗ് ഉണ്ട്, ഈ ആർക്കിടെക്ചറൽ കൺസിസ്റ്റൻസി ഉണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ട്. ഇതിന്റെ ഡെഡ് ലൈൻ എന്നാണ്? ഈ മാസ്റ്റർ പ്ലാന്റെ സമയമായി 15 വർഷമായിട്ട് 30 വർഷം 2030 തീർക്കണമെന്ന് പറ്റിയാണ്. ഇതിന്റെ പ്രോഗ്രസ് ഇപ്പോൾ എത്ര ശതമാനമായിട്ടുണ്ട്? That I don't know. Maybe ഒരു 15-25% ഒക്കെ ആയിട്ടുണ്ടാവും. എവിടെയാണ് ഈ ഡിലേ? റിസോഴ്സസിൻ്റെ ഡിലേ ഉണ്ടാവും. പിന്നെ റിസോഴ്സസ് വേണമല്ലോ. പിന്നെ ഇതിനകത്ത് സ്പോൺസേഴ്സ് ഒന്നും മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് അധികം ഇടപെട്ടിട്ടില്ല. ഓൾദോ വി ഹാഡ് എ ട്രസ്റ്റ് ടു ബ്രിങ് ഇൻ ഡൊണേഷൻ, അതൊന്നും കാര്യമായിട്ട് പ്രവർത്തിച്ചില്ല. കാരണം ഡിവോട്ടീസിൻ്റെ സാധാരണ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ഗീവ് മണി ഫോർ അയ്യപ്പന് സ്വർണം കൊടുക്കാനും പണം കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ ഡിവോട്ടീസിന് സൗകര്യം ഉണ്ടാക്കി തരുന്നതിന് അത്രത്തോളം ഉത്സാഹമില്ല. പിന്നെ അങ്ങനെ ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുമില്ല ടു ബ്രിങ് ഇൻ ഡോണേഴ്സ്. അത് ഈ പറഞ്ഞ പോലെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. ദർ ആർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഇപ്പോൾ മല്ലയ്യ വന്ന പോലെ അല്ലല്ലോ. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യാമെങ്കിൽ വി വിൽ ഗെറ്റ് ലോട്ട് ഓഫ്. ഈ ഒരു കോൺട്രവേഴ്സീസ് എഫക്റ്റ് ചെയ്ത് കാണില്ലേ സാറേ? അത് നമുക്ക് അറിയണം. എങ്ങനെ വിശ്വാസം വർദ്ധിക്കുമോ, വിശ്വാസം ക്ഷയിക്കുമോ എന്നുള്ളത് വി ഹാവ് ടു സീ ഹൗ ഇറ്റ്. എനിക്ക് തോന്നുന്നു വിശ്വാസം വർദ്ധിക്കും. കാരണം അയ്യപ്പൻ്റെ ഒരു സ്വാധീനം കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ശക്തി കൊണ്ടാണല്ലോ ഇത് പുറത്ത് വന്നത്.